المكتب التعاوني للدعوة والإرشاد وتوعية الجاليات بخميس مشيط. حياتنا دعوة. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد. ആദരണീയരായ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവരാശിക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഇസ്ലാം എന്ന് പറയുന്ന ജീവിത വ്യവസ്ഥ അല്ലെങ്കിൽ ജീവിത പദ്ധതി. മനുഷ്യ ജീവിതത്തിൻ്റെ വിശ്വാസപരവും കർമ്മപരവുമായ മുഴുവൻ മണ്ഡലങ്ങളെയും സമഗ്രമായും സമ്പൂർണമായും ചൂഴ്ന്നു നിൽക്കുന്ന സൃഷ്ടികൾക്കുള്ള സൃഷ്ടാവിൻ്റെ മാർഗദർശനവും ജീവിതക്രമവുമാണ് ഇസ്ലാം എന്ന് നമുക്കറിയാം. ഇസ്ലാമിൻ്റെ സുപ്രധാനമായ രണ്ട് വശങ്ങളാണ്. ഒന്ന് വിശ്വാസാദർശങ്ങൾ, രണ്ട് അതിലെ കർമാനുഷ്ഠാനങ്ങൾ എന്ന് പറയുന്നത്. ഇസ്ലാമിൻ്റെ വിശ്വാസാദർശങ്ങളിൽ അള്ളാഹുവിലുള്ള വിശ്വാസത്തെക്കുറിച്ചും അള്ളാഹുവിൻ്റെ മലക്കുകളിലുള്ള വിശ്വാസത്തെക്കുറിച്ചും അള്ളാഹു അവതരിപ്പിച്ച പ്രവാചകന്മാർക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥങ്ങളുള്ള വിശ്വാസത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുമുള്ള വിശ്വാസത്തെക്കുറിച്ചുമൊക്കെ നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ വളരെ സംക്ഷിപ്തമായി പറയുകയുണ്ടായി, മനസ്സിലാക്കുകയുണ്ടായി. ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശങ്ങളായ 6 വിശ്വാസകാര്യങ്ങളിൽ അവസാനത്തേതും 6ാമത്തേതുമായ വിധിയിലുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സന്നിഹിതനായിട്ടുള്ളത്. ഇസ്ലാമിലെ വിധിവിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട സുപ്രധാനമായ 4 അടിത്തറകളുണ്ട്. അതിൽ ഒന്നാമത്തെ അടിത്തറ, അല്ലാഹു സുബ്ഹാനഹു തആല ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെറുതും വലുതുമായ ഭൂതകാലത്ത് നടന്നതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി നടക്കാൻ പോകുന്നതുമായ മുഴുവൻ കാര്യങ്ങളും അല്ലാഹു അതിസൂക്ഷ്മമായി അറിയുന്നുണ്ട് എന്ന വസ്തുതയാണ്. ഇസ്ലാമിലെ വിധിവിശ്വാസത്തിന്റെ സുപ്രധാനമായ ഒന്നാമത്തെ വശം അതാണ്. അല്ലാഹു ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്. ആ കാര്യം ഖുർആനിൽ അല്ലാഹു ഇപ്രകാരം നമ്മെ തെളിയപ്പെടുത്തുന്നു: അലം തഅലം അന്നല്ലാഹ യഅലമു മാ ഫിസ് സമാഇ വൽ അർദ്. ആകാശഭൂമികളിലുള്ള എല്ലാ കാര്യങ്ങളും അല്ലാഹു അറിയുന്നുണ്ട് എന്ന് പ്രവാചകരെ താങ്കൾക്ക് അറിഞ്ഞുകൂടെ? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല ഈ പ്രപഞ്ചത്തിൽ ഒരു കാര്യം നടന്നതിന് ശേഷം മാത്രം അറിയുന്നവനല്ല. നടന്ന കാര്യങ്ങൾ അല്ലാഹുവിന് അറിയാം, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലാഹുവിന് അറിയാം, ഇനി നടക്കാൻ പോകുന്നതും അല്ലാഹുവിന് അറിയാം. അല്ലാഹുവിന്റെ ഈ അറിവിന്റെ അഗാധമായ സമ്പൂർണമായ പരിപൂർണമായ ഈ ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു താൻ അറിഞ്ഞ അല്ലെങ്കിൽ അല്ലാഹുവിന് അറിയുന്ന ആ കാര്യം അല്ലാഹു സുബ്ഹാനഹു തആല രേഖപ്പെടുത്തി വെക്കുന്നു. അല്ലാഹുവിന്റെ അടുത്തുള്ള
ഒരു രേഖയിൽ സംഭവിച്ചതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും സംഭവിക്കാൻ പോകുന്നതുമായ മുഴുവൻ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെക്കുന്നു. അപ്പോൾ വിധിവിശ്വാസത്തിന്റെ ഒന്നാമത്തെ വശം അള്ളാഹുവിന്റെ അറിവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ, രണ്ടാമത്തെ വശം അള്ളാഹു അറിഞ്ഞ ആ കാര്യങ്ങൾ അള്ളാഹുവിന്റെ പറ്റിയുള്ള ഒരു രേഖയിൽ രേഖപ്പെടുത്തുന്നു എന്നതാണ്. ഇന്ന ദാലിക ഫീ കിതാബിൻ ഇന്ന ദാലിക അലല്ലാഹി യസീർ. അള്ളാഹു അറിയുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു രേഖയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ രേഖപ്പെടുത്തി വെക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിന് എളുപ്പമുള്ള കാര്യമാണ് എന്ന് സൂറത്തുൽ ഹജ്ജിലെ 70-ാം സൂക്തത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ അള്ളാഹു രേഖപ്പെടുത്തി വെച്ച കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നടപ്പിൽ വരുത്തുവാൻ തീരുമാനിക്കുന്നു. അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ അള്ളാഹു തീരുമാനിക്കുന്നു. ഈ തീരുമാനമാണ് വിധിവിശ്വാസത്തിന്റെ മൂന്നാമത്തെ വശം. അപ്പോൾ അള്ളാഹുവിന്റെ അറിവും ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു രേഖപ്പെടുത്തി വെച്ച കാര്യങ്ങൾ അള്ളാഹുവിന്റെ തന്നെ തീരുമാനപ്രകാരം, ഉദ്ദേശപ്രകാരം, ആഗ്രഹാഭിലാഷ പ്രകാരം ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നു. ഇതാണ് വിധിവിശ്വാസത്തിന്റെ മൂന്നാമത്തെ വശം. ഈ കാര്യം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഖാലിഖു കുല്ലി ഷൈഇൻ. അല്ലാഹു എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കുന്നവനാണ്, സൃഷ്ടിച്ചവനാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ വകീൽ. അല്ലാഹുവിനാകുന്നു എല്ലാ കാര്യങ്ങളുടെയും കൈകാര്യ കർത്തൃത്വാവകാശം. ലഹു മഖാലീദു. അല്ലാഹുവിനുള്ളതാണ് മഖാലീദു സമാവാതി വൽ അർദ്. ആകാശഭൂമികളുടെ താക്കോലുകൾ അള്ളാഹുവിന്റെ അധീനത്തിലാകുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞ ഒരു കാര്യം, ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു അത് തന്റെ അടുത്ത് രേഖപ്പെടുത്തി വെക്കുന്നു. രേഖപ്പെടുത്തി വെച്ച കാര്യം അള്ളാഹു നടപ്പാക്കണം തീരുമാനിക്കുന്നു. തീരുമാനിക്കണമെന്ന് അള്ളാഹു തീരുമാനിച്ച, നടപ്പാക്കണമെന്ന് അള്ളാഹു തീരുമാനിച്ച കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നടപ്പിൽ വരുത്തുകയും ചെയ്യും. അപ്പോൾ അള്ളാഹുവിന്റെ അറിവോടും അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും മാത്രമേ ഈ ലോകത്ത് ഒരു കാര്യം സംഭവിക്കുന്നുള്ളൂ, ഒരു കാര്യം നടക്കുന്നുള്ളൂ എന്നതാണ് വിധിവിശ്വാസത്തിന്റെ മർമ്മം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു ഉദ്ദേശിക്കാത്ത ഒരു കാര്യം, അള്ളാഹുവിന്റെ അറിവിൽപ്പെടാത്ത ഒരു കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനത്തിന് അപ്പുറമുള്ള ഒരു കാര്യം ഈ ലോകത്ത് നടന്നിട്ടില്ല, നടക്കുന്നില്ല, നടക്കുകയുമില്ല. അതാണ് അള്ളാഹു പറയുന്നത്, ലിമൻ ശാഅ മിൻകും മൻ യസ്തഖീം വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ. അതായത് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നേരെ നിലകൊള്ളാൻ ഉദ്ദേശിച്ചവർക്ക് വേണ്ടി ലോകരക്ഷിതാവായ അള്ളാഹു ഉദ്ദേശിക്കുന്നുവെങ്കിലല്ലാതെ നിങ്ങൾക്ക് ഉദ്ദേശിക്കുവാൻ സാധ്യമല്ല. അപ്പൊ അള്ളാഹുവിന്റെ ഉദ്ദേശമുണ്ടെങ്കിലേ നമുക്കൊരു കാര്യം ഉദ്ദേശിക്കുവാനും തീരുമാനിക്കുവാനും നടപ്പാക്കുവാനും സാധിക്കുകയുള്ളൂ എന്നർത്ഥം. വലൗ ശാ അല്ലാഹു മഖ്തതലു വലാകിൻ അല്ലാഹ യഫ്അലു മാ യുരീദ്. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ മനുഷ്യർ പരസ്പരം പോരടിക്കുമായിരുന്നില്ല. പക്ഷെ അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നു എന്നും അള്ളാഹുവിന്റെ ഉദ്ദേശമുണ്ടെങ്കിലേ മനുഷ്യനൊരു കാര്യം ചെയ്യാൻ, തീരുമാനിക്കാൻ, നടപ്പിൽ വരുത്താൻ സാധ്യമാകൂ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ അള്ളാഹു അറിയുന്ന ഒരു കാര്യം, അള്ളാഹു രേഖപ്പെടുത്തി വെച്ച ഒരു കാര്യം, അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെയും അള്ളാഹുവിന്റെ ഉദ്ദേശത്തിന്റെയും അടിസ്ഥാനത്തിൽ തീർച്ചയായും ഈ ലോകത്ത് നടക്കുന്നു. അവന്റെ അറിവിൽപ്പെടാത്ത, തീരുമാനത്തിൽ ഉൾക്കൊള്ളാത്ത, രേഖപ്പെടുത്താത്ത, അള്ളാഹുവിന്റെ ഇച്ഛയും ഉദ്ദേശവും ഇല്ലാത്ത ഒരു കാര്യവും ഈ ലോകത്ത് നടക്കുന്നില്ല, നടക്കുകയില്ല എന്നതാണ് വിധിവിശ്വാസത്തിന്റെ മർമ്മം. അതാണ് വിധിവിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ വിധിവിശ്വാസത്തിന്റെ തന്നെ ഒരു മറുവശം കൂടി സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതെന്താണ് എന്ന് ചോദിച്ചാൽ, മനുഷ്യൻ എന്ന് പറയുന്നത് കാറ്റ് കാണുന്ന ഇലയെ പോലെയാണ്. കാറ്റടിക്കുമ്പോൾ ഇല അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കും. ഇതുപോലെ അള്ളാഹു വിധിച്ച ഒരു വിധിയുടെ നടത്തിപ്പുകാരൻ, അള്ളാഹുവിന്റെ വിധിക്കനുസരിച്ച് കൊണ്ട് മാത്രം തുള്ളാൻ കഴിയുന്ന,
പ്രവർത്തിക്കാൻ കഴിയുന്ന, ചലിക്കാനും ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ഉദ്ദേശിക്കുവാനും കഴിയുന്ന ഒരു പാവം ഉപകരണമാണ് മനുഷ്യൻ എന്ന ഒരു ചിന്ത ലോകത്ത് പൊതുവെ ഉണ്ട്. അഥവാ മനുഷ്യൻ സ്വതന്ത്രനല്ല, അവൻ അള്ളാഹുവിന്റെ ഇച്ഛക്കനുസരിച്ച് അങ്ങനെ ചലിക്കുകയാണ്, കാറ്റിലാടുന്ന ഇല പോലെ എന്ന ഒരു വിശ്വാസം, ഒരു സങ്കല്പം, ഒരു അബദ്ധധാരണ ലോകത്ത് ഉണ്ട്. അതുകൊണ്ട് മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുക. ഞാൻ കണ്ടുപിടിച്ചത് അള്ളാഹു വിധിച്ചത് കൊണ്ടാണ്, ഞാൻ വ്യഭിചരിക്കുന്നത് അള്ളാഹു വിധിച്ചത് കൊണ്ടാണ്, ഞാൻ മുശ്രിക്കായി ബഹുദവിശ്വാസിയായി കുറ്റക്കാരനായി പാപിയായി പോയത് അള്ളാഹു വിധിച്ചത് കൊണ്ടാണ്. ഇങ്ങനെ താൻ ചെയ്യുന്ന തെറ്റുകളുടെ, കുറ്റങ്ങളുടെ, പാപങ്ങളുടെ ഭാരം അള്ളാഹുവിന്റെ തലയിൽ വെച്ച് കിട്ടുകയും അതെല്ലാം അള്ളാഹുവിന്റെ വിധി അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയായത്, എനിക്കിങ്ങനെയായത് എന്ന് പറയുന്ന, വിശ്വസിക്കുന്ന ഒരു സാമൂഹിക പശ്ചാത്തലം നമുക്ക് ലോകത്ത് കാണുവാൻ കഴിയും. യഥാർത്ഥത്തിൽ ഈ വിശ്വാസത്തെ നിരാകരിക്കുകയും നിഷേധിക്കുകയും തള്ളിപ്പറയുകയും ചെയ്യുമാണ് ഇസ്ലാം ചെയ്യുന്നത്. മനുഷ്യന് താൻ ആഗ്രഹിക്കുന്ന, താൻ ഇച്ഛിക്കുന്ന ഒരു കാര്യം ചെയ്യാനുള്ള പരിപൂർണമായ സ്വാതന്ത്ര്യവും കഴിവും ഇച്ഛാശക്തിയും തീരുമാനാധികാരവും അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയിട്ടുണ്ട് എന്നാണ് ഖുർആനും പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്നാമതായി അല്ലാഹു പറയുന്നു, നോക്കൂ നിങ്ങൾ, ഫൗതു ഹാസക്കും അന്നാശിഅതും. സൂറത്തുൽ ബഖറയിലെ 223-ാമത്തെ ആയത്താണ്. വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലാണ് അല്ലാഹു പറഞ്ഞത്. അതിനാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന വിധം നിങ്ങളുടെ കൃഷിയിടങ്ങളിൽ ചെല്ലുക. അപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യാനും ചെയ്യാതിരിക്കാനും, ഉദ്ദേശിക്കാനും ഉദ്ദേശിക്കാതിരിക്കാനും, ഇച്ഛിക്കുവാനും ഇച്ഛിക്കാതിരിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം, കഴിവ് അള്ളാഹു നൽകിയിട്ടുണ്ട്. അള്ളാഹു ഒരു കാര്യം വിധിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് അത് നമ്മുടെ സ്വാതന്ത്ര്യത്തെയോ നമ്മുടെ കഴിവിനെയോ നമ്മുടെ ഇച്ഛയെയോ നമ്മുടെ ഉദ്ദേശത്തെയോ നിയന്ത്രിക്കുകയോ അല്ലെങ്കിൽ അതിന് കടിഞ്ഞാണിടുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നില്ല. അവർ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം അവർ ഒരുക്കുമായിരുന്നു എന്നും ഖുർആൻ പറയുകയുണ്ടായി. അപ്പോൾ നമ്മളൊരു കാര്യം ഉദ്ദേശിക്കുന്നുവെങ്കിൽ, നമ്മളൊരു കാര്യം ഇച്ഛിക്കുന്നുവെങ്കിൽ അത് ചെയ്യുവാനുള്ള കഴിവ്, അത് ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യൻ നൽകിയിട്ടുണ്ട് എന്നാണ് ഈ ഖുർആനിക വാക്യങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു വശത്തുകൂടി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇസ്ലാമിൽ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു ആവശ്യപ്പെട്ടിരിക്കുന്നു. ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു വിലക്കുകയും ചെയ്തിരിക്കുന്നു. മനുഷ്യന് സ്വന്തമായ ഒരു കാര്യം ചെയ്യാനും ചെയ്യാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യവും കഴിവും നൽകപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരു കാര്യം ചെയ്യണം എന്ന് പറയുന്നതിനും ചെയ്യരുത് എന്ന് പറയുന്നതിലും എന്താ അർത്ഥമാണുള്ളത്? അല്ലാഹു സ്വാതന്ത്ര്യം നൽകാത്ത മനുഷ്യനോട് അല്ലാഹു പറയാം, നീ ഇത് ചെയ്യണം, നീ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യരുത്. അപ്പോൾ വിശുദ്ധ ഖുർആനിലൂടെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിലൂടെ ചില കാര്യങ്ങൾ ചെയ്യണമെന്നും ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നും, ചുരുക്കത്തിൽ ഹലാലും ഹറാമും ഒക്കെ അള്ളാഹു മനുഷ്യനെ പഠിപ്പിച്ചത് അത് ചെയ്യാനും ചെയ്യാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യവും കഴിവും മനുഷ്യന് നൽകപ്പെട്ടിട്ടുണ്ട് എന്ന അടിസ്ഥാനത്തിലാണ്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഒരു മനുഷ്യന്റെ കഴിവിന് അപ്പുറമുള്ള കാര്യം അള്ളാഹു മനുഷ്യനെ ഒരിക്കലും നിർബന്ധിക്കുകയില്ല എന്ന് ഖുർആൻ പറയുന്നു. അപ്പോൾ ഒരു കാര്യം ചെയ്യണമെന്ന് പറയുമ്പോൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ഒരു കാര്യം നിങ്ങൾ ചെയ്യരുത് എന്ന് വിലക്കുമ്പോൾ അത് ചെയ്യാതിരിക്കുവാനുള്ള സ്വാതന്ത്ര്യവും കഴിവും അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട് എന്നല്ലേ ഈ ഖുർആനിക വാക്യങ്ങൾ പഠിപ്പിക്കുന്നത്. മൂന്നാമതായി വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ സുന്നത്തിലും നമുക്ക് കാണാൻ കഴിയും, അല്ലാഹു നന്മ ചെയ്യുന്ന ആളുകളെ വളരെയേറെ പ്രശംസിക്കുകയും വാഴ്ത്തുകയും പുകഴ്ത്തുകയും നന്മ ചെയ്യുന്ന ആളുകൾക്ക് അങ്ങേയറ്റത്തെ വമ്പിച്ച പ്രോത്സാഹനങ്ങൾ നൽകുകയും ചെയ്യുന്നു. തിന്മ ചെയ്യുന്ന ആളുകളെ, പാവം ചെയ്യുന്ന ആളുകളെ, അതിക്രമകാരികളായ ആളുകളെ, ധിക്കാരികളായ ആളുകളെ, സത്യത്തെയും അള്ളാഹുവിനെയും പ്രവാചകനെയും ഖുർആനെയും ഇസ്ലാമിനെയും പരലോകത്തെയും ഒക്കെ നിരാകരിക്കുന്ന, നിഷേധിക്കുന്ന, തള്ളിപ്പറയുന്ന ജനവിഭാഗങ്ങളെയും ഒക്കെ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ അതിശക്തമായി ആക്ഷേപിക്കുകയും അവർക്ക് കനത്ത ശിക്ഷ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. ഒരു മനുഷ്യന് തെറ്റും ശരിയും തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകപ്പെട്ടില്ല എങ്കിൽ, അതിനുള്ള കഴിവ് അവന് ജന്മന അള്ളാഹു നൽകിയിട്ടില്ല എങ്കിൽ, നന്മ ചെയ്യുന്നവരെ അതേ അള്ളാഹു പ്രോത്സാഹിപ്പിക്കുകയും തിന്മയും തെറ്റുകുറ്റങ്ങളും ചെയ്യുന്നവരെ അതിന്റെ മേൽ ആക്ഷേപിക്കുകയും ശിക്ഷിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത് അള്ളാഹുവിന്റെ യുക്തിക്കും അള്ളാഹുവിന്റെ കാരുണ്യത്തിനും യോജിച്ചതാണ്. അപ്പോൾ നന്മ ചെയ്യുന്നവരെ അള്ളാഹു പ്രോത്സാഹിപ്പിക്കുന്നു, അവരെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും അവർക്ക് സ്വർഗമുണ്ടെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു എന്നതിനർത്ഥം അത് ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യവും കഴിവും ഇച്ഛാശക്തിയും ഉദ്ദേശവും മനുഷ്യൻ അള്ളാഹു നൽകിയിരിക്കുന്നു എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്.
തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും പ്രവർത്തിക്കുന്ന ആളുകളെ ഇസ്ലാം ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും അവർക്ക് ശിക്ഷയുണ്ട് എന്ന് മുന്നറിയിപ്പും താക്കിയും നൽകുകയും ചെയ്യുമ്പോൾ ആ തെറ്റുകുറ്റങ്ങൾ ചെയ്യാതിരിക്കുവാനുള്ള സാധ്യത, അതിനുള്ള സ്വാതന്ത്ര്യവും കഴിവും അവർക്ക് നൽകിയിട്ടും നൽകപ്പെട്ട ആ സ്വാതന്ത്ര്യവും കഴിവും തെറ്റുകുറ്റങ്ങൾ ചെയ്യാൻ, പാപങ്ങൾ പ്രവർത്തിക്കുവാൻ വേണ്ടി അവർ വിനിയോഗിച്ചത് കൊണ്ടാണ് അള്ളാഹു അവരെ ആക്ഷേപിക്കുകയും ശിക്ഷിക്കുമെന്ന് അവർക്ക് മുന്നറിയിപ്പ് നൽകുകയും താക്കി നൽകുകയും ചെയ്തത്. നാലാമതായി, ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു തആല പ്രവാചകന്മാരെ അയച്ചതെന്തിനാ? അല്ലാഹു സുബ്ഹാനഹു തആല നേരത്തെ ഒരു കാര്യം തീരുമാനിച്ചു. ആ തീരുമാനത്തിൽ നിന്ന് ആ തീരുമാനത്തിനനുസരിച്ചുകൊണ്ട് മനുഷ്യനിങ്ങനെ ആടുന്ന ഒരു ജീവിയാണ് എങ്കിൽ പ്രവാചകന്മാരെ അയച്ചുകൊണ്ടും വേദഗ്രന്ഥങ്ങൾ ഇറക്കിക്കൊണ്ടും മനുഷ്യ നന്മയിലേക്ക് ക്ഷണിക്കേണ്ട ആവശ്യം എന്താ? കാരണം ഒരു മനുഷ്യ സമൂഹം നന്മയിലേക്ക് പോകാൻ കഴിയില്ല എന്ന് അള്ളാഹു വിധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രവാചകന്മാരെ അയച്ചത് കൊണ്ട് വല്ല ഫലമുണ്ടോ? വേദഗ്രന്ഥം ഇറക്കിക്കൊണ്ട് ജനങ്ങൾക്ക് സത്യമാർഗവും സന്മാർഗവും ദുർമാർഗവും ഒക്കെ ഏതാണ്, എന്താണ്, എങ്ങനെയാണ്, ഏതൊക്കെയാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുക എന്താ അർത്ഥമാണുള്ളത്? അതുകൊണ്ട് പ്രവാചകന്മാരെ അയച്ചത്, വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചത് മനുഷ്യന് സത്യവും അസത്യവും നന്മയും തിന്മയും ദുർമാർഗവും സന്മാർഗവും ഇരുട്ടും വെളിച്ചവും രക്ഷയും ശിക്ഷയും തൗഹീദും ശിർക്കും ഈമാനും കുഫറും ഖൈറും ഷർറും ഒക്കെ തിരഞ്ഞെടുക്കുവാനുള്ള സ്വീകരിക്കുവാനുള്ള പരിപൂർണമായ സ്വാതന്ത്ര്യവും കഴിവും മനുഷ്യനുണ്ട് എന്ന് ഇസ്ലാം തന്നെ അള്ളാഹു തന്നെ അംഗീകരിക്കുന്നത് കൊണ്ടാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകന്മാരെ കുറിച്ച് അള്ളാഹു വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? മുബശ്ശിരീന വ മുൻദിരീൻ, സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്നവരും വ മുൻദിരീൻ, നരകത്തെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നവരുമായിക്കൊണ്ടാണ് അള്ളാഹു പ്രവാചകന്മാരെ അയച്ചത്. ലിഅല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജത്തുൻ ബഅദ റസുൽ. പ്രവാചകന്മാരെ അയച്ചതിന് ശേഷം പ്രവാചകന്മാർ കാര്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുത്തതിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു തആല അവരെ ശിക്ഷിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവർ പരലോകത്ത് വെച്ച് അള്ളാഹു അവരെ ചോദ്യം ചെയ്യും. ഇങ്ങനെ ഒരു തൗഹീദ് ഉണ്ടായിരുന്നുവെങ്കിൽ, ഇതായിരുന്നു സന്മാർഗമെങ്കിൽ, അത് ദുർമാർഗമായിരുന്നുവെങ്കിൽ, അത് നരകത്തിലേക്കുള്ള പാതയായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് പ്രവാചകന്മാരെ അയച്ചുകൊണ്ടോ വേദഗ്രന്ഥങ്ങൾ ഇറക്കിക്കൊണ്ടോ നീ ഞങ്ങളത് പഠിപ്പിച്ചില്ല എന്ന് ജനങ്ങൾ പരലോകത്ത് വെച്ച് അള്ളാഹുവോട് ചോദിക്കാതിരിക്കുവാൻ വേണ്ടി പ്രവാചകന്മാരെ അയച്ചും വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചും അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യന് സന്മാർഗവും ദുർമാർഗവും രക്ഷയും ശിക്ഷയുടെയും പാത ഏത് എന്ന് പഠിപ്പിച്ചു എന്നത് തന്നെ മനുഷ്യന് തെറ്റും ശരിയും ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യവും കഴിവും നൽകപ്പെട്ടിരിക്കുന്നു എന്നതിനുള്ള വ്യക്തമായ തെളിവാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അവസാനമായി, ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിന് കഴിയാത്ത രീതിയിൽ, നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിന് സാധിക്കാത്ത സ്വഭാവത്തിൽ ആരെങ്കിലും മനുഷ്യനെ പുറമേ നിന്ന് പിടിച്ചു വലിക്കുകയോ നിർബന്ധിക്കുകയോ ഇടപെടുകയോ ചെയ്യുന്നുണ്ടോ? നന്മ ചെയ്യുന്ന മനുഷ്യനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ? തിന്മ ചെയ്യുന്ന മനുഷ്യനെ തിന്മയിലേക്ക് തന്നെ ആരെങ്കിലും പുറമേ നിന്ന് തള്ളുന്നുണ്ടോ? അപ്പോൾ മനുഷ്യന് നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ചെയ്യാൻ സാധിക്കുന്നു, തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ചെയ്യാൻ സാധിക്കുന്നു. ഇരിക്കണമെന്ന് തോന്നുമ്പോൾ ഇരിക്കുന്നു മനുഷ്യൻ, നിൽക്കണമെന്ന് തോന്നുമ്പോൾ നിൽക്കുന്നു, കിടക്കണമെന്ന് തോന്നുമ്പോൾ കിടക്കാൻ കഴിയുന്നു, ഉറങ്ങണമെന്ന് തോന്നുമ്പോൾ ഉറങ്ങാൻ കഴിയുന്നു. തന്റെ മുമ്പിൽ ഒരു ഗ്ലാസ്സിൽ പാലും മറ്റൊരു ഗ്ലാസ്സിൽ മദ്യമുണ്ടെങ്കിൽ അവന് പാല് കുടിക്കണമെന്ന് തോന്നുമെങ്കിൽ പാല് കുടിക്കാൻ അവന് കഴിയും, ആരും അവനെ തടയുന്നില്ല. അതല്ല, മദ്യം കുടിക്കാനാണ് ആഗ്രഹിക്കുന്നെങ്കിൽ മദ്യം കുടിക്കാൻ അവന് കഴിയുന്നു, ആരും അവനെ തടയുന്നില്ല. അപ്പോൾ മനുഷ്യനെ അവനൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അത് ചെയ്യാൻ കഴിയാത്ത വിധം, പ്രവർത്തിക്കുവാൻ സാധിക്കാത്ത വിധം ഒരാളും അവനിൽ ഇടപെടുകയോ അവനെ പിടിച്ചു വലിക്കുകയോ അവനെ നിയന്ത്രിക്കുകയോ ചെയ്യുന്നതിന് കാണാൻ കഴിയുന്നില്ല. ഇത് തന്നെ മനുഷ്യന് അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ, അവൻ ഇച്ഛിക്കുന്ന രീതിയിൽ, ഉദ്ദേശിക്കുന്ന രൂപത്തിൽ തെറ്റും ശരിയും നന്മയും തിന്മയും തിരഞ്ഞെടുക്കുവാനുമുള്ള ചെയ്യുവാനുമുള്ള സ്വാതന്ത്ര്യവും കഴിവും നൽകപ്പെട്ടിരിക്കുന്നു എന്ന് വ്യക്തമായ തെളിവാണ്. അതുകൊണ്ട് വിധിവിശ്വാസത്തിന് 4 വശങ്ങളാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത്. അതാണ് വിധിവിശ്വാസത്തിന്റെ മർമ്മം. ആ വിധി അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങനെ എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതുകൊണ്ട് ഒരിക്കലും നമ്മുടെ കർമ്മങ്ങളെ അല്ലാഹു നിയന്ത്രിക്കുകയോ അല്ലെങ്കിൽ നന്മ ചെയ്യുവാനും തിന്മ ചെയ്യാതിരിക്കുവാനുമുള്ള സ്വാതന്ത്ര്യത്തെ അല്ലാഹു സുബ്ഹാനഹു തആല ഹനിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഒരു കാര്യം സംഭവിച്ചതിന് ശേഷം മാത്രമേ അറിയുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്നത് അള്ളാഹുവിന്റെ വിശ്വാസത്തിന് ഘടകവിരുദ്ധമാണ്. അതുകൊണ്ട് വിധിവിശ്വാസത്തിന്റെ ഈ ഇസ്ലാമിക വശം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നന്മ പ്രവർത്തിക്കുക, ചെയ്യുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ പാപങ്ങളൊക്കെ അള്ളാഹു വിധിച്ചത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് അതൊക്കെ അള്ളാഹുവിന്റെ പേരിൽ കെട്ടിവെക്കാതിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ ചെയ്ത തെറ്റിന്റെ, നമ്മൾ ചെയ്ത നന്മയുടെ
രക്ഷയും ശിക്ഷയും ഒക്കെ നാം തന്നെയാണ് ഏറ്റുവാങ്ങേണ്ടി വരിക. തീർച്ചയായും മനുഷ്യൻ ചെയ്യുന്ന അണുമണിത്തൂക്കം നന്മയുണ്ടോ അതിന്റെ പ്രതിഫലം തീർച്ചയായും അവൻ കണ്ടുമുട്ടും. അതുപോലെ തന്നെ അണുമണിത്തൂക്കം തിന്മ അവൻ പ്രവർത്തിച്ചിട്ടുണ്ടോ അതിന്റെ ശിക്ഷയും അവൻ കണ്ടുമുട്ടും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ടവരെ നീതിമാനാണ്. ഒരിക്കലും തീർച്ചയായും അല്ലാഹു ഒരിക്കലും തന്നെ ദാസന്മാരോട് അടിമകളോട് അനീതി അല്ലെങ്കിൽ അക്രമം കാണിക്കുന്നവരല്ല. നീതിയോടുകൂടി വിധിക്കുന്നതിൽ ഏറ്റവും നല്ല വിധികർത്താവ് അല്ലാഹു അല്ലയോ എന്ന് ഖുർആൻ ചോദിക്കുമ്പോൾ നമ്മൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക, അല്ലാഹുവും പ്രവാചകനും ഖുർആനും സുന്നത്തും പഠിപ്പിച്ച യഥാർത്ഥ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സ്വഭാവങ്ങളും സംസ്കാരങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുക. അങ്ങനെ അല്ലാഹു ഇഷ്ടപ്പെട്ട അവന്റെ അടിമയാകി ദാസനായി ജീവിച്ച് മരിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഏർപ്പെടുക. അതുവഴി തീർച്ചയായും അല്ലാഹു നാളെ പരലോകത്ത് മരണാനന്തര ജീവിതത്തിൽ നമുക്ക് ശാശ്വതമായ സ്വർഗീയ സുഖം ആസ്വദിക്കുവാനുള്ള സൗഭാഗ്യം തരും. അല്ലാഹു അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിന്റെ വിശ്വാസാദർശങ്ങളെയും ഇസ്ലാമിന്റെ കർമ്മ പദ്ധതിയെയും ഒക്കെ സൂക്ഷ്മമായി വിശദമായി പഠിക്കുവാൻ അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കും ഇസ്ലാമിക സമൂഹത്തിനും ലോകത്തിനും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം വന്നതും കേട്ടതും കേൾപ്പിച്ചതും ഇരുന്നതും ഒക്കെ അല്ലാഹു നമ്മിൽ നിന്നും പ്രതികാർഹമായ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.